أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് ആദ്യമായി അങ്ങ് പറയുകയാണ്. അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അവസാനം മറന്നു പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം മുഹറം മാസമാണ്. മുഹറം മാസം ഇന്ന് 10ആണ്. ഈ 10ൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ മുഹറം മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുഹറം മാസത്തിൽ ഒരാൾ 300 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കുകളില്ല. മാത്രമല്ല ഒരൊറ്റ ശൈത്താൻ ലോകത്തിലും പോലും ഉണ്ടാവുകയില്ല. മറ്റൊരു ബുദ്ധിമുട്ടും നമുക്കും നമ്മുടെ ഭവനത്തിലും ഉണ്ടാവുകയില്ല. എല്ലാവിധ ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി തരുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ കണ്ട് ഈ മാസം 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. മിക്ക ആൾക്കാർക്കും ആയത്തുൽ കുർസി ഓതാൻ അറിയാവുന്നവരാണല്ലോ. ആയത്തുൽ കുർസിയുടെ ആദ്യം അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി മാ ഫിൽ അർദി എന്ന് തുടങ്ങി അങ്ങ് ഓതണം. അത് അത്ര വലിയ പാടൊന്നുള്ള കാര്യമില്ല. അത് നോക്കി അങ്ങ് ഓതിയാലും മതി, കാണാതെ ഓതിയാലും മതി. തെറ്റ് വരാതെ കണ്ണങ്ങ് ഓതിക്കഴിഞ്ഞാൽ ഇത്രത്തോളം വണ്ണമായ ഗുണങ്ങൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ കിട്ടും. മാത്രമല്ല ഷെഹറുണ്ടല്ലോ, ലോകത്തിൽ ഉറപ്പിക്കുന്ന ഷെഹർ ചെയ്ത് പല കുടുംബങ്ങളെയും നശിപ്പിക്കുന്നില്ലേ, പലരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ. ആ ഷെഹർ എന്ന് പറയുന്നതായ ഒന്ന് ഇതിൻ്റെ പരിസരത്ത് പോലും വരികയില്ല. ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷഹർ നമുക്ക് കിട്ടത്തില്ല, ഷഹർ നമുക്ക് എറിക്കത്തില്ല. മറ്റു ഷെഹർ മാത്രമല്ല മറ്റൊരു ഉപദ്രവം നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് ശകലം ബുദ്ധിമുട്ട് വന്നാലും ശരി ഇത് 360 പ്രാവശ്യം ചെല്ലണമല്ലോ മുഹറം മാസം. അതുകൊണ്ട് അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ചെല്ലുന്നതിന് എന്ന് കണക്കാക്കി ചെല്ലാതിരിക്കരുത്. ഇത് നിർബന്ധമായിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലുന്നവർക്കും ചെല്ലുന്ന ആളിനും ആ കുടുംബത്തിനും വണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഐശ്വര്യങ്ങളും ഈ വീട്ടിന് കിട്ടുകയും ഈ പറഞ്ഞതുപോലുള്ള ശൈത്താൻ്റെ ഉപദ്രവങ്ങളൊന്നും നമുക്കുണ്ടാകുകയില്ല. മാത്രമല്ല ഏതെങ്കിലും ശത്രുക്കൾ ഒരു ഷെഹർ നമുക്ക് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ഒരു മോശമായ ഒരു വഴിപാടുകൾ നമുക്ക് ചെയ്യുകയോ ചെയ്താൽ ഒരു ശകലം പോലും നമുക്ക് എറിക്കുകയില്ല, നമുക്കും എറിക്കുകയില്ല, നമ്മുടെ ഭവനത്തും എറിക്കുകയില്ല, നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും ആർക്കും എറിക്കുകയില്ല. എല്ലാം കൊണ്ടും നല്ലത് തന്നെ. നിർബന്ധമായും 360 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. 360 പ്രാവശ്യം ചൊല്ലി തീർന്നതിന് ശേഷം പടച്ചവനോട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ആയത്തുൽ കുർസി ഏറ്റവും ഉന്നതമായ ഒന്നാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവർ പറഞ്ഞു തരും. ഉന്നതമായ ഒന്നാണ് ആയത്തുൽ കുർസി. പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഓതണമെന്ന് വീണ്ടും ഞാൻ പറയുന്നു. തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.